20,000 റോബോട്ടിക് കിറ്റുകൾ കൂടി സ്കൂളുകളിൽ ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തയ്യാറാക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ടിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 60,000 കുട്ടികളിൽ നിന്ന് പ്രവർത്തന മികവ് കൊണ്ട് സംസ്ഥാന ക്യാമ്പിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ മന്ത്രി ചടങ്ങിൽ അനുമോദിച്ചു. സാങ്കേതിക രംഗത്ത് ലോകത്ത് അനുനിമിഷം വരുന്ന മാറ്റങ്ങൾ സ്കൂളിനും പൊതുസമൂഹത്തിനും പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 20,000 റോബോട്ടിക് കിറ്റുകൾ കൂടി സ്കൂളിലേക്ക് ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിന്റെയും കൈറ്റ്സ് തയ്യാറാക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ടിന്റെ പ്രകാശനവും ഇടപ്പള്ളിയിലെ കൈറ്റ് റീജിയണൽ സെന്ററിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വയം അറിവ് കണ്ടെത്തുന്നതിനും പുതിയ അറിവുകൾ ഉണ്ടാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. ഒറ്റയ്ക്കും കൂട്ടായ്മയിലൂടെയും ആവും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായി ICT ഉപകരണങ്ങൾ സ്കൂളുകളിൽ നൽകിയിരിക്കുന്നത്. അവയുടെ ഫലപ്രദമായ ഉപയോഗത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന ആശയമുണ്ടായത്. വിദ്യാർത്ഥിയുടെ പങ്കാളിത്തം പുതിയ സാങ്കേതിക വിദ്യയുടെ ക്ലാസ് റൂം പ്രയോഗത്തിനും അത്യാവശ്യമായി വരുന്നു. സാങ്കേതിക രംഗത്തെ ലോകത്ത് ഇന്ന് അനുനിമിഷം വരുന്ന മാറ്റങ്ങളെ കുട്ടികളാണ് ആദ്യം ഉൾക്കൊള്ളുന്നത്. അറിവ് സ്കൂളുകളിലും പൊതുസമൂഹത്തിലും ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ലിറ്റിൽ കൈറ്റ്സ് കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിലവിൽ സ്കൂളുകളിൽ നൽകിയിട്ടുള്ള 9,000 റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെയാണിത്. ഒക്ടോബർ മാസത്തോടെ ഇവ വിതരണം ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റോബോട്ടിക്സിന്റെ പ്രോഗ്രാമിംഗ് അവർ ചെയ്യുന്നു, ഗെയിമുകൾ വികസിപ്പിക്കുന്നു, ആനിമേഷൻ തയ്യാറാക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിലത് മാത്രമാണിത്. അവരാകട്ടെ സ്കൂളുകളിലെ താല്പര്യമുള്ള കുട്ടികളിൽ ഈ വിജ്ഞാനം പകർത്തുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇത്തരം ശ്രമങ്ങളെ സഹായിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി 20,000 റോബോട്ടിക്സ് കിറ്റുകൾ കൂടി സ്കൂളുകളിലേക്ക് വാങ്ങിക്കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തണമെങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണെന്നും അതിനുവേണ്ട അന്വേഷണം അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ അധ്യാപകർ നടത്തിയെന്നും ആ ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. 60,000 കുട്ടികളിൽ നിന്ന് പ്രവർത്തന മികവ് കൊണ്ട് സംസ്ഥാന ക്യാമ്പിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മന്ത്രി അഭിനന്ദിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്, യൂണിസെഫ് സോഷ്യൽ പോളിസി ചീഫ് ഡോക്ടർ KL റാവു, കൈറ്റ് CEO K. അൻവർ സാദത്ത്, ICFOS ഡയറക്ടർ ഡോക്ടർ TT സുനിൽ, യൂണിസെഫ് സോഷ്യൽ പോളിസി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഖില രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 1ാം വാർഷികത്തിന്റെ നിറവിൽ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG റോഡ് വെറും 1% മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 25 വരെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.